കരുനാഗപ്പള്ളി തഴവ പഞ്ചായത്തിലെ പാലമൂട് മുതൽ കൂരിക്കുഴി വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമല്ലാതായതോടെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. ഇലസ്കോ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് വമ്പൻ ഓഫറുകളുമായി അഖിൽ വിഷൻ ചെറിയനാട് ചെങ്ങന്നൂർ. വെറും 10 രൂപയ്ക്ക് 150 കിലോമീറ്റർ വരെ യാത്ര. സ്മാർട്ട് ജനറേഷനു വേണ്ടി സ്മാർട്ട് സ്കൂട്ടർ. അഖിൽ വിഷൻ ചെറിയനാട് ചെങ്ങന്നൂർ. ജലജീവൻ പദ്ധതിക്കായി റോഡ് കുഴിച്ചതും റോഡ് പുനർനിർമ്മിക്കാത്തതും പഞ്ചായത്തിന്റെ അനാസ്ഥയുമാണ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സമരം സൂചന മാത്രം. നാളെ സമരം ആളിപ്പടരും. സമരം ആളിപ്പടരും മുമ്പേ. ഒരു നാടിനോട് കാണിക്കുന്ന പഞ്ചായത്ത് അധികൃതരും ജനപ്രതിനിധികളും കാണിക്കുന്ന അവഗണനയുടെ ഫലമാണ് ഈ കാണുന്നത്. കഴിഞ്ഞ 2 വർഷമായി ജലമിഷൻ്റെ പേരിൽ പൈപ്പിടുന്നതിന് വേണ്ടി ഈ റോഡ് കുത്തിപ്പൊളിച്ച് ഏതാണ്ട് 10-20 ലോഡ് ഗ്രാവൽ ഇവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. ആ ഗ്രാവൽ ക്ഷേത്രത്തിന് കിഴക്കുവശമുള്ള പഞ്ചായത്ത് വക സ്ഥലത്ത് കൊണ്ടുപോയി ഫില്ല് ചെയ്യും. അവിടുന്ന് ഈ ഗ്രാവൽ അപ്രത്യക്ഷമായി. ഈ ഗ്രാവലിനെ പറ്റി ഇവിടെ പോയെന്നുള്ളത് ആ ഗ്രാവൽ ഇവിടെ നിർത്തിയായിരുന്നെങ്കിൽ ഈ റോഡ് ഇത്ര ഗതികേട് വരത്തില്ലായിരുന്നു. ഇതിന് ശേഷം ഞങ്ങൾ ബഹുമാനപ്പെട്ട MLA പോയി കണ്ടു. MLA അദ്ദേഹം റോഡ് ശരിയാക്കി തരാം, നിങ്ങളൊരു നിവേദനമായിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഇവിടെ വന്ന് ഒരു നിവേദനം എഴുതി പാലമൂട് തൊട്ട് കൂരിക്കുഴി വരെയുള്ള ആൾക്കാരെ കൊണ്ട് അതിനകത്ത് ഒപ്പിടിയിപ്പിച്ച് അദ്ദേഹത്തിന് കൊണ്ട് കൊടുത്തു. അദ്ദേഹം അത് ചെയ്യിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് കൊടുത്ത് അത് എസ്റ്റിമേറ്റ് എടുക്കാൻ വന്നപ്പം പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞ് ജലമിഷൻ്റെ വർക്ക് അവർ കോൺട്രാക്റ്റ് കൊടുത്ത് അത് ശരിയാക്കി. പക്ഷേ ആ കോൺട്രാക്റ്റ് എടുത്ത് ഞങ്ങൾ തിരക്കിയപ്പോൾ അയാൾ ഇത് വർക്ക് ചെയ്ത് അയാൾക്ക് ഈ അടുത്ത കാലത്തൊന്നും പൈസ കിട്ടത്തില്ല, അതുകൊണ്ട് അയാൾ അത് ഉപേക്ഷിച്ചു. വീണ്ടും ഇതേ ഗതി. വീണ്ടും ഞങ്ങൾ പഞ്ചായത്തിൽ പോയി. അപ്പോഴേ പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞ് മെമ്പറുടെ ഒരു കത്തുണ്ടെങ്കിൽ 5,44,000 രൂപ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവിടെ കോറി വേസ്റ്റ് അടിച്ച് ഇത് ഫില്ല് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ പുറകെ നടന്ന് ഇപ്പം അവർ പറയുന്നത് അവരുടെ പൈസ കൊണ്ട് പാലമുടിയിൽ നിന്ന് കിഴക്കോട്ട് 98 മീറ്റർ റോഡ് ടാർ ചെയ്യും, ബാക്കി ബ്ലോക്കിൽ നിന്നും ചെയ്യിപ്പിക്കണമെന്ന്. ബ്ലോക്കിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ MLAയുടെ ഒരു 15 ലക്ഷം രൂപ അനുവദിച്ച് കിടപ്പുണ്ട്. പക്ഷേ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത മെമ്പറോട് ചോദിക്കുമ്പോൾ പറയും ഇതാ ഇപ്പോൾ ഉടനെ ശരിയാക്കി തരാം എന്ന് പറയും. ഈയിടയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്കൂളിലൊരു പരിപാടിക്ക് വന്നു. ഞങ്ങളെല്ലാം ഇവിടെ തടഞ്ഞ് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഈ റോഡ് കാണിച്ചു. അദ്ദേഹവും പറയുന്നത് ഉടനെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയതാണ്. ഇനി ഞങ്ങൾ ഇതിൻ്റെ പേരിൽ ശക്തമായിട്ടുള്ള നടപടി. ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ് കൂരിക്കുടി തൊട്ട് കിഴക്കോട്ട് 15 കിലോമീറ്റർ നല്ല ഭംഗിയായിട്ട് റോഡ് ടാർ ചെയ്ത് 6 മീറ്റർ ടാർ ചെയ്ത് 2 സൈഡും കോൺക്രീറ്റ് നല്ല രീതിയിലാണ്. ഇനിയിപ്പം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ഓണം കഴിഞ്ഞ ഉടനെ പഞ്ചായത്ത് ഉപരോധിക്കുക എന്നുള്ള ഒറ്റ പരിപാടിയേ ഉള്ളൂ. ബന്ധപ്പെട്ട അധികാരികൾക്കും MLAയ്ക്കും ഉൾപ്പെടെ നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടും യാത്രാ ദുരിതത്തിന് പരിഹാരമായില്ലെന്നും ആക്ഷേപമുണ്ട്. ഒരു ഫാമിലിയായിട്ട് 2 പേരും ഇവരെ പോയി അവർ മറിഞ്ഞ് നെറ്റി പൊട്ടി അവരുടെ തുണികളെല്ലാം ചെളിയായി. അങ്ങനെ ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. പല സാധനവും മേടിച്ചുകൊണ്ട് പലരും വരുന്നുണ്ട്, മറിയുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാനൊക്കത്തില്ല. പിന്നെ സ്കൂൾ ബസ് വരുമ്പം കുഞ്ഞുങ്ങൾ കിടന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഒലയുക. അങ്ങനെ പരാതി വന്ന് പിന്നെ ടയർ കീറിയെന്ന് പരാതി വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ ആ ഡ്രൈവർ ഇറങ്ങി നിന്ന് റോഡ് കണ്ട് എന്നിട്ട് ഇത് കൂടാതെ ഞങ്ങളെല്ലാവരും പഞ്ചായത്തിൽ പോയി. പഞ്ചായത്തിൽ ചെന്നപ്പം പിന്നെ ആണുങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞ് ഇരട്ടകളായ 2 കുട്ടികളുണ്ട്, അവർ സ്കൂളിൽ എതിരെ പോകുന്നത് ഒക്കത്തില്ല, അത് ഇതിന് എന്തെങ്കിലും പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ഇനിയും വരും എന്ന് പറഞ്ഞപ്പം സെക്രട്ടറി പറഞ്ഞ് ഒരാഴ്ചക്കകം എന്തെങ്കിലും പരിഹാരം കാണാം, നിങ്ങളിപ്പോൾ പോകുമെന്നും പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിട്ടിട്ട് 2 മാസമായി. ഇവിടെ രാഷ്ട്രീയമോ മറ്റ് ജാതിയോ ഒന്നുമില്ല. ഇവിടെ കൂരിക്കുഴി മുതൽ നമുക്ക് പാലമൂട് മുതൽ കൂരിക്കുഴിയുള്ള റോഡ് ക്ലിയർ ആക്കണം. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് കണ്ടാലറിയാം, അതിനെ കാണിക്കുന്നുണ്ട്. കൂരിക്കുഴി പാലം മുതൽ കിഴക്കോട്ട് ഇതേ റൂളിലുള്ള അല്ലെങ്കിൽ ഇതേ റോഡാണ്. ആ റോഡിനെ മൊത്തം ചെയ്തു കഴിഞ്ഞു. ഇതേ ആവശ്യത്തിന് റോഡ് എടുക്കുക. ഓക്കെ, അവിടെ എല്ലാ ആവശ്യത്തിനുള്ള കറക്റ്റായിട്ട് റോഡ് കിട്ടി. പക്ഷേ ഇവിടെ എന്താണ് കുഴപ്പമൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇവിടെ ഞങ്ങൾ ഇത് 3ാമത്തെ പ്രാവശ്യം 2ാമത്തെ പ്രാവശ്യമാണ് ഇപ്പം മച്ചായന്തി പോകാനിരിക്കുകയാണ്. ആദ്യത്തെ പ്രാവശ്യം പോയപ്പോഴും ഉടൻ തന്നെ തുടങ്ങുകയാണ്. 5,40,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞാണ്. പക്ഷേ ഇതുവരെ അത് തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ വിചാരിച്ച് ഓണത്തിന് മുമ്പ് തുടങ്ങുന്നു. ഓണം കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനേക്കാളിലൊക്കെ ഗംഭീരമായിട്ട് ജനകീയ പ്രക്ഷോഭം തുടങ്ങാതിരിക്കുകയാണ്.
മധു, മധുരിമ ശശി, ശ്രേയസ്, അനിയൻ കുഞ്ഞ്, സുനിൽ സ്വാമി, ഉഷ, ശാന്ത, കളക്കാട്ട് തെക്കേതിൽ, ഗിരിജ, രാധാമണി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് സമരത്തിനിറങ്ങിയത്. ജനപ്രതിനിധികളും പഞ്ചായത്ത് അധികൃതരും സമീപവാസികൾക്ക് നൽകിയ വാക്കു പാലിക്കാത്തതിലും വൻ പ്രതിഷേധമാണ് നാട്ടുകാർക്കിടയിലുള്ളത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.